ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് വീടിൻ്റെ ടെറസിൽ കുറച്ച് വർക്ക് ഉണ്ട്. നമുക്ക് ടെറസിലെല്ലാം മൊത്തം കംപ്ലീറ്റ് പൊടിയായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് അതൊന്നെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അതിനായിട്ട് നമുക്കൊരു സ്ക്രാപ്പർ ആദ്യം എടുക്കണം. അപ്പോൾ നമുക്കൊരു ബക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു കുമ്മായ കത്തി കിട്ടിയിട്ടുണ്ട്, പിന്നെ നമ്മളൊരു സ്ക്രാപ്പറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ വേനലായതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരുടെയും വാർപ്പിൻ്റെ മുകളിൽ ഒരുപാട് കച്ചറകൾ അടിഞ്ഞു കൂടുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ ടാങ്കിൻ്റെ ഇടയിലോട്ട് വന്നിട്ട് വേണം അത് ഈ ഒരു പോർഷനാണ് നമുക്ക് വൃത്തിയാക്കേണ്ടത് കേട്ടോ. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിലോട്ട് നമ്മുടെ വീട് പൊന്തുന്ന സമയത്ത് അറ്റാച്ച്ഡ് ബാത്റൂം ആക്കാനുള്ള ആ ഒരു പോർഷനാണ് ഈ ഒരു കാണുന്ന സംഭവം. അപ്പോൾ ഇവിടെ കുറേ കണ്ടോ ചളിയും പൂപ്പലും കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രാപ്പർ കൊണ്ടാണ് നമ്മൾ ഈ സംഭവം കോരിയെടുക്കുന്നത്. കോരുമ്പോൾ നൈസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കോരിയിട്ട് നൈസായിട്ട് നമുക്ക് ബക്കറ്റിലോട്ടൊന്ന് കളക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിത് താഴെ കൊണ്ടുപോയിട്ട് നമ്മൾ കളയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ കോരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അധികം വലിയ പാടൊന്നുമില്ല, അധികം ഇങ്ങനെ നമ്മൾ ഉരച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ഇളക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നൈസായിട്ട് കോരുമ്പം തന്നെ അതിങ്ങോട്ട് എന്താ പറയുക വരുന്നുണ്ട്. സ്ക്രാപ്പർ ഉപയോഗിച്ച് കോരുമ്പം തന്നെ നൈസായിട്ട് അത് വരുന്നുണ്ട്. അത്ര വലിയ പാട് പിടിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു എന്താ പറയുക പിടിച്ച് അവിടെ നിൽക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. അത് ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ കയ്യിലോട്ട് നൈസായിട്ട് ഈ ഒരു സംഭവം ക്രീം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഒരു കാരണവശാലും നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ വെക്കാൻ പാടില്ല. നമ്മൾ നൈസായിട്ട് കോരി ഒഴിവാക്കണം. നമുക്ക് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർക്കൊന്നും നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ വേനൽക്കാലത്തിൻ്റെ അവസാനമെങ്കിലും നമ്മൾ ഈ ടെറസെല്ലാം ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഇപ്പം നമുക്ക് ഈ കാണുന്ന സംഭവങ്ങളുണ്ട്, ഇതുവഴി സൺഷെയ്ഡ് വഴി നമുക്ക് ഇങ്ങനെ നടക്കണം. കംപ്ലീറ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ സൺഷെയ്ഡിലെല്ലാം ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളവും ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് വളരെ ഡേഞ്ചറാണ് കേട്ടോ. പക്ഷേ ഇവിടെ കുഴപ്പമില്ല, നമ്മൾ ബ്ലീച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ട് കൊതു മുട്ടയിടാനുള്ള ചാൻസസ് കുറവാണ്. എന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലുള്ള പായലെല്ലാം നമ്മൾ കോരി നമ്മൾ ക്ലിയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലെ തന്നെ നമ്മളൊന്ന് ചുരണ്ടി കൊടുക്കുക. അപ്പോൾ സൺഷെയ്ഡിൽ ഒരുപാട് പൊടികളുണ്ട്. അതായത് നമ്മുടെ ഈ മുകൾ ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്ന ആ ഒരു പൊടിയും അതുപോലെ തന്നെ ഈ പായലും പൂപ്പലെല്ലാം കൂടെ ചേർന്നിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ഈ ഒരു സൺഷെയ്ഡിൽ നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഒരുപാട് പൊടികളുണ്ട് ഇവിടെ. അപ്പോൾ അത് ചളിയായിട്ടുണ്ട്, വെള്ളം കൂടി കെട്ടിക്കിടന്നപ്പോൾ ചളിയായിട്ടുണ്ട്. ഈ ഒരു വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ മോട്ടർ, അതായത് നമ്മുടെ വാട്ടർ ടാങ്കിൽ നിന്ന് മോട്ടർ വെച്ച് നമ്മൾ ഇതിലേക്ക് അടിക്കുന്നതാണ് വീടിൻ്റെ ഒരു തണുപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നൈസായിട്ട് നമ്മൾ ഒഴുക്കി വിടുക ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു പരിപാടി ചെയ്യുമ്പോൾ വെള്ളം കെട്ടി വയ്ക്കുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ ക്ലീൻ ആക്കുന്നത് കൊണ്ട് നമ്മൾ വെള്ളം തുറന്നു വിടുകയാണ് നമ്മളിപ്പം ചെയ്യുന്നത്. അങ്ങനെ വെള്ളം തുറന്നു വിട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും നമുക്ക് പിറകു ഭാഗവും എല്ലാം ആയിട്ട് 4 ഭാഗത്തും നമുക്ക് ഈ ഒരു സൺഷെയ്ഡ് നമുക്ക് ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഇവിടുന്ന് ഇങ്ങനെ കോരിപ്പോകാം. ഇവിടെയൊക്കെ ഒരുപാട് ചളികളുണ്ട്. നല്ല ചൂടാണ് കേട്ടോ ഗൈസ്. സത്യം പറഞ്ഞാൽ ബാർപ്പിൻ്റെ മുകളിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തല ചുറ്റി വീഴുന്ന ആ ഒരു സ്റ്റൈലിൽ നമുക്കിവിടെ ചൂട് കൃത്യമായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കുറേ ഭാഗം നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ഭാഗം ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മൾ ആകെ സത്യം പറഞ്ഞാൽ ക്ഷീണിച്ചു കേട്ടോ. കാരണം അത്രയും ചൂടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ഈ ടെറസിൻ്റെ മുകളിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമുക്ക് അനുഭവിക്കുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഈ ഒരു സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ഇതുപോലെ വാർക്കപ്പണിയും അതുപോലെ തന്നെ ഒരുപാട് മുകളിലൊക്കെ കയറി വർക്ക് ചെയ്യുന്ന ആളുടെ കാര്യം കഷ്ടം തന്നെ. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗണ്ണ് വെച്ചിട്ടാണ് നമ്മളിനി അടിക്കാൻ പോകുന്നത്. നമ്മുടെ പ്രഷർ വാഷർ വെച്ചിട്ട് നമ്മളിനി കഴുകാനാണ് പോകുന്നത്. നമ്മൾ ഒരുപാട് സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ സ്ഥലത്തൊക്കെ നമുക്കിപ്പോൾ പ്രഷർ വാഷർ കൊണ്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ക്ലിയറാക്കി നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ ഇത് എടുക്കാൻ കാരണം തന്നെ നമുക്ക് പണി എളുപ്പത്തിൽ തീർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് നമ്മൾ ടയേർഡായിട്ടുണ്ട്. കൂടുതലും വെയിലുള്ളൊരവസ്ഥ ആയതുകൊണ്ട് രാവിലെ തന്നെ നല്ലൊരു മഴക്കാറ് കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വെയിൽ കുറവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് സത്യം പറഞ്ഞ ഈ ഒരു പണിക്ക് നിന്നത്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അത് മാറി നല്ല രീതിക്കുള്ള വെയിൽ വന്ന്. അപ്പോൾ നമ്മൾ വിചാരിച്ചതും നമ്മുടെ പണി മൊത്തത്തിൽ അങ്ങോട്ട് പാളി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ പ്രഷർ വാഷറേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ ഇത് വെച്ച് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് അടിക്കും. ഇത് വെച്ച് അടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് നമുക്ക് എന്താ പറയുക ചളി നമുക്ക് കൃത്യമായിട്ട് പോയി കിട്ടുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പണി ചുരുങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ സംഭവം ഉപയോഗിച്ചുകൊണ്ട് നമ്മളെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നേരത്തെ കണ്ട ഒരു ചളിയും ഇപ്പോൾ ഇതിൻ്റെ അകത്തില്ല. നമ്മളെല്ലാ ഭാഗവും അടിച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഫിനിഷിങ് കേട്ടോ. ഈ അവസ്ഥയിലേക്ക് നമുക്ക് പ്രഷർ വാഷർ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് തവണ നമ്മൾ സ്ക്രാപ്പർ ഇട്ട് ഉരക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ നമ്മൾ അത് വെച്ച് അടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. നമ്മളെ വർക്ക് ഏതാണ്ട് കഴിഞ്ഞ് വെള്ളം കുടിക്കണം. ഇത്രയും ചൂടുണ്ട് കേട്ടാ. അപ്പൊ നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അപ്പൊ നമ്മൾ കുളിച്ചെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞം ഞം ഞം. അപ്പോൾ നമുക്ക് കഴിക്കേണ്ട മെയിൻ താരം ഇതാ ഇവിടെ നമ്മുടെ ചട്ടിയിലുണ്ട്, ഇവിടെ ബോണിയിലുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവൻ റെഡിയാകുന്ന സമയം നമ്മുടെ അമ്മയാണ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഇവനെ റെഡിയാക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി പണികളുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ഇല സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കത്തിയെടുത്ത് ഒരു ഇല മുറിക്കാം കേട്ടാ. അപ്പോൾ നമ്മുടെ വയലിൻ്റെ അടുത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ കുറച്ച് വാഴയുണ്ട്. അപ്പോൾ ഈ വാഴയിൽ നിന്ന് നമുക്ക് വെട്ടാം കേട്ടോ. നമുക്ക് വേണ്ടതായിട്ടുള്ള ഇലകൾ നമുക്കിപ്പോൾ ഇവിടുന്ന് നമുക്ക് വെട്ടിയെടുക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് കാട് പിടിച്ചേക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്ക് കീഞ്ഞ് നമ്മൾ കൊത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഏതായാലും നമ്മൾ റിസ്ക് കാര്യമാക്കാതെ നമ്മൾ കീഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ല ഒരു ഇനം ഇല തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വലിയൊരു ഇല തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് കിട്ടിയ ഇല. ഈ ഒരു ഇല വെച്ചിട്ട് വേണം നമുക്കിന്ന് നമ്മുടെ ഫുഡിൻ്റെ പരിപാടി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നൈസായിട്ട് ഞാൻ നമ്മുടെ ചിന്നുകുട്ടിയുടെ കയ്യിൽ നമ്മൾ ഇല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് കയറി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഏതായാലും വലിയ ഇലയാണ്, നമുക്കൊന്ന് വെട്ടി സെറ്റാക്കണം. നമുക്ക് 2 പേർക്ക് കഴിക്കാനുള്ള ഒരു ഇലയുണ്ട് കേട്ടോ, ഈ ഒരു ഇല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തൽക്കാലം വെട്ടാം. നമുക്കിതാ ഈ ഒരു പോർഷൻ മാത്രമേ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഇലവെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഇവിടുന്ന് വെട്ടി വീട്ടിലെത്തുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഇല വാടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അത്ര ചൂടാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇലയെല്ലാം കഴുകി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനായിട്ട് നമ്മുടെ പപ്പടം ആദ്യമായിട്ട് നമുക്ക് വെക്കാം. എല്ലാ സംഭവത്തിലും മസ്റ്റായിട്ടുള്ള സംഭവമാണല്ലോ നമ്മുടെ പപ്പടം. അപ്പോൾ പപ്പടം വെച്ചതിന് ശേഷം നമ്മൾ റൈസ് നൈസായിട്ട് ഇതിലോട്ട് ചെരിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ താരം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന് ചെറിയ പണിയും കൂടി ഉണ്ട്. അപ്പോൾ അതുവരെ നമ്മുടെ റൈസെല്ലാം വിളമ്പി നമുക്ക് സെറ്റാക്കി വെക്കാം. മച്ചാനെ കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് വെക്കുകയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മച്ചാന്മാരെ നമ്മൾ ഈ ഒരു റൈസിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചപ്പോൾ തന്നെ കണ്ടോ ഗൈസ്, ആ ഒരു ഫിനിഷിങ് കണ്ടോ, എന്തൊരു രസമല്ലേ കാണാൻ. അപ്പോൾ കഴിച്ചു നോക്കിയാൽ എന്തായിരിക്കും. അപ്പോൾ നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്. ഞാൻ ഏതായാലും കഴിച്ചു നോക്കാൻ പോകട്ടോ. നമ്മൾ ഒരുപാട് സമയം വർക്ക് ചെയ്തതിന് സമയം ഇതുപോലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഭക്ഷണം കഴിച്ച് നല്ല ഉറക്കെല്ലാം കഴിഞ്ഞ് ഏതാണ്ടിപ്പോൾ 5 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഏട്ടൻ ഇവിടെ ഒരു വിരുന്ന് വന്നിനാ.
വന്നപ്പോൾ കുറച്ച് അപ്പങ്ങളും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ അതൊന്ന് പരിചയപ്പെടാം. ഒരു സംഭവം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് സംഭവം. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാ ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐറ്റംസ് ഒന്ന് നമുക്കൊന്ന് എടുത്തു നോക്കാം ഗൈസ്. ആദ്യത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നല്ല ക്യാഷ് നെറ്റൊക്കെ നമുക്ക് പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ നല്ല ബ്ലാക്ക് അലുവയാണ് കേട്ടോ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മുടെ കത്തി വെച്ച് നൈസായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ആ ഒരു മച്ചാനെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പുറത്തെടുക്കാം. അപ്പോൾ നല്ല സേഫ്റ്റിയിലാണ് കേട്ടോ. ആദ്യം ഒരു കവറുണ്ട്, അതിൻ്റെ ഉള്ളിലും മറ്റൊരു കവറും കൂടി ഉണ്ട്. അപ്പോൾ ഈ കവറും കൂടെ പൊട്ടിച്ചാലേ മച്ചാൻ പുറത്ത് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടെ പൊട്ടിച്ച് നമുക്ക് നൈസായിട്ട് നമുക്ക് മച്ചാനെ ഒന്ന് പുറത്തൊക്കെ ഇട്ടെടുത്തിട്ട് നമുക്കൊരു പീസ് നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഐറ്റംസ്. അപ്പോൾ ആ ഒരു കഷ്ണം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, ശേഷം കഴിച്ച് നോക്കുന്നുണ്ട്. മോശമില്ല, നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ്. പക്ഷേ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പീസ് മാത്രമേ നമുക്ക് തിന്നാൻ വേണ്ടി പറ്റുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലും ഒരുപാട് എണ്ണകളും അതുപോലെ തന്നെ അതിലേറെ മധുരവും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങോട്ട് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം, അല്ലെങ്കിൽ സംഭവം ഒന്ന് എടുത്തൊന്ന് ടേസ്റ്റ് നോക്കാമെന്നല്ലാതെ ഒരുപാടൊന്നും കഴിക്കാൻ ഒരാൾക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണ്ണത്തപ്പം എന്ന് പറയുന്ന ഒരു സാധനമാണ്. കണ്ണൂർ കിണ്ണത്തപ്പം എന്നാണ് പറയുക, നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും എന്ന് എനിക്കറിയില്ല. അപ്പോൾ കിണ്ണത്തപ്പം എന്ന് പറയുന്ന ഐറ്റംസാണ് നമുക്ക് രണ്ടാമതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കിണ്ണത്തപ്പവും നമുക്കൊരു പീസ് മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റൂ. സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം നമുക്ക് ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ. അപ്പോൾ ഞാനൊരു ചെറിയൊരു കഷ്ണം മാത്രം കഴിക്കുന്നുണ്ട്. ഏതായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ മൂന്നാമത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമുള്ളൊരു സാധനമായിരിക്കും, നമ്മുടെ മഞ്ഞ ജിലേബിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരുപാട് കാലമായി ഞാനിപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കഴിച്ചിട്ട്. നമുക്കിപ്പോൾ കുറച്ച് കാലം മുന്നേ, ഒരു 4-5 വർഷം മുന്നെയാണ് ഞാൻ ഇതൊക്കെ കഴിച്ചത്. അതിനുശേഷം ഞാനിതൊന്നും കഴിക്കാറില്ല കേട്ടോ. പിന്നെ ഇപ്പം നമ്മുടെ ഒരു ബ്രോ കൊണ്ടുവന്നത് കൊണ്ട് മാത്രം, ബ്രോ ഗൾഫിലായിരുന്നു ഒരുപാട് കാലം, അപ്പോൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു വട്ടം നമ്മുടെ വീട്ടിൽ വരാൻ പറ്റിയില്ല, ഗിഫ്റ്റൊക്കെ കൊടുത്തയച്ചു. രണ്ടാമത്തെ വട്ടം ബ്രോ തിരിച്ച് പോകാനായ സമയത്താണ് നമുക്ക് ഈ ഒരു ഗിഫ്റ്റെല്ലാം കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ തന്നത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ആ ഒരു സംഭവം തന്നെയാണ്, അതായത് കിണ്ണത്തപ്പം തന്നെയായിരുന്നു മൂന്നാമത്തെ ഐറ്റംസും. അപ്പോൾ അതേതായാലും നമ്മൾ നോക്കുന്നില്ല, നമ്മൾ ആദ്യം പരീക്ഷിച്ച സംഭവം തന്നെയാണല്ലോ. അപ്പം കുഴപ്പമില്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണിച്ച സ്ഥിതിക്ക് ഈ ഒരു സംഭവം കൂടെ അതിൻ്റെ കൂടെ നമ്മൾ കാണിച്ചെന്നേ ഉള്ളൂ. ഏതായാലും നമുക്കിത് തന്നത് നമ്മുടെ ജിത്ത് ബ്രോ ആണ്. ജിത്ത് ബ്രോന് ഒരു ബിഗ് സല്യൂട്ട് അല്ലെങ്കിൽ ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. അപ്പോൾ ബൈ.